മർഹബ. നൈസ് അറബിക്കിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അറബിയുടെ സംസാരത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ആദി എന്നത്. നോർമൽ, ഓർഡിനറി, സാധാരണ എന്നൊക്കെ അർത്ഥം വരുന്ന ഈ പദത്തിന് സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ചില അർത്ഥതലങ്ങളുണ്ട്. അതെങ്ങനെയാണ്, ഏതൊക്കെ ഘട്ടങ്ങളിലും സന്ദർഭങ്ങളിലുമാണ് ആദി എന്ന പദം സംസാരത്തിൽ കടന്നു വരുന്നത് എന്നാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. മത്അം ആദി, സാധാരണ റെസ്റ്റോറൻറ്റ്. അക്കലാത്ത് ആദിയ, സാധാരണ ഭക്ഷണ വിഭവങ്ങൾ. ഷഖ്സിയ ആദിയ, സാധാരണ വ്യക്തിത്വം. അപ്പോൾ ഇവിടെയൊക്കെ ഈ ആദി, ആദിയ എന്നതിൽ നിന്ന് ഈ സാധാരണ എന്ന ആ നോർമൽ മീനിങ് കിട്ടാനുള്ള പദപ്രയോഗമാണ്. ഈ ഒരു അർത്ഥത്തിനാണ് കൂടുതലും ആദി എന്ന പദം ഉപയോഗിക്കുന്നത്. ഉദാഹരണങ്ങളിലൂടെ ആദിയുടെ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് എന്നും അതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്ന അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അംസ് കാൻ യോം ആദി ഫി ശുഗൽ. അംസ് കാൻ യോം ആദി ഫി ശരിക്ക. അംസ് ഇന്നലെ, കാൻ യോം ആദി സാധാരണ ദിവസമായിരുന്നു, ഫിഷരിക്ക കമ്പനിയിൽ അല്ലെങ്കിൽ ഫിഷുഗുൽ ജോലിയിൽ. അപ്പോൾ ഇന്നലെ കമ്പനിയിൽ അല്ലെങ്കിൽ ജോലിയിൽ ഒരു സാധാരണ നോർമൽ ദിവസമായിരുന്നു. ആ നോർമൽ ദിവസം എന്നതിന് യൗം ആദി സാധാരണ ദിവസമായിരുന്നു. ഹാദൽ ബർദ് ആദി ഫിഷിത. ഹാദൽ ബർദ് ഈ തണുപ്പ്, ആദി നോർമലാണ്, സാധാരണയാണ്, ഫിഷിത ശൈത്യകാലത്ത്. ഹാദി സഹ്മ ആദിയ ഫിൽ മസ. ഹാദി സഹ്മ ഈ ക്രൗഡ്, ഈ തിരക്ക്, ആദിയ സാധാരണയാണ്, ഫിൽ മസ വൈകുന്നേര സമയങ്ങളിൽ. അവിടെ ആദിയ, ആദിയ എന്നൊരു പദമാണ് അവിടെ ഉപയോഗിച്ചത്. എന്നൊരു വ്യത്യാസമുണ്ട്. അതെന്താണ്? സ്ത്രീലിംഗമായി ഉപയോഗിക്കുകയാണ്. കാരണം സഹ്മ എന്നത് സ്ത്രീലിംഗമായി പരിഗണിക്കുന്ന പദമായതുകൊണ്ട് അതോടനുബന്ധിച്ചുള്ളതും സ്ത്രീലിംഗമായി ഉപയോഗിക്കുന്നു. അല്യവും ഹറാറ ആദിയ, ഇന്ന് ചൂട് നോർമലാണ്, സാധാരണയാണ്, നോർമലാണ്. അല്യവും ഹറാറ ആദിയ. അത് മറ്റൊരു രീതിയിലും പറയാം. അൽജൗ അല്യവും ആദി ലാ ഹുവ ബാരിദ് വലാ ഹുവ ഹാർ. അൽജൗ ക്ലൈമറ്റ്, അല്യവും ആദി ഇന്ന് നോർമലാണ്, ലാ ഹുവ ബാരിദ് വലാ ഹുവ ഹാർ തണുപ്പുമില്ല ചൂടുമില്ല. അപ്പം ഇനി ഈ ആദി തന്നെ ചോദ്യചിഹ്നമായി ഒരു പദത്തിൻ്റെ തുടക്കത്തിൽ കൊടുത്തുകൊണ്ട് പ്രയോഗിക്കാറുണ്ട്. ചോദ്യചിഹ്നം എന്ന് പറഞ്ഞാൽ സാധാരണ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ, പ്രയാസമില്ലല്ലോ, അലൗഡാണല്ലോ എന്ന അർത്ഥത്തിന് അറബികൾ സംസാരത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണങ്ങൾ നോക്കാം. ആദി തെജീനി ബുക്ര. ആദി തെജീനി ബുക്ര, നാളെ നീ എൻ്റെ അടുത്ത് വരുമോ? വരുമോ എന്ന് ചോദിച്ചാൽ വരുന്നതിൽ പ്രയാസമില്ലല്ലോ എന്നാണത്. അപ്പോൾ നാളെ നീ എൻ്റെ അടുത്ത് വരുന്നത് സാധാരണ അല്ലേ? നാളെ നീ എൻ്റെ അടുത്ത് വരുന്നത് സാധാരണമല്ലേ
അല്ലെങ്കിൽ സാധാരണയല്ലേ എന്ന് ആ സന്ദർഭം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പരിഭാഷപ്പെടുത്താം. പക്ഷെ അവിടെ വിവക്ഷിക്കുന്നത് നാളെ നീ ഏത് സമയത്തും എനിക്ക് നിൻ്റെ അടുത്ത് വന്നുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ആദി അംഷിദ് അൽഹീൻ, ഞാനിപ്പോൾ പോകട്ടെ, പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, നോർമലല്ലേ എന്നാണ് അതിൻ്റെ ഒരു വാക്കർത്ഥം. പക്ഷെ ഇപ്പോൾ ഞാൻ പോയിക്കോട്ടെ എന്നൊരു പെർമിഷൻ ചോദിക്കുന്നതാണ് ആദി അംഷിദ് അൽഹീൻ. അതുപോലെ തന്നെ ആദി അദ്ഖുൽ ജൗവ, ഞാൻ അകത്ത് വന്നോട്ടെ. ആദി അദ്ഖുൽ ജൗവ, ഞാൻ അകത്ത് പ്രവേശിച്ചോട്ടെ. ആദി ഉസാഫിർ മാ മുജീബ്, മുജീബിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്തോട്ടെ. ആദി മറുപടി ഇങ്ങനെ പറയാം, ആദി ബസ് ഗുല്ലി ഫൈൻ തുറൂഹൂൻ, ഓക്കെ നോർമൽ, ആദി നോർമൽ, ബസ് ഗുല്ലി എന്നോട് പറയ്, ഫൈൻ തുറൂഹൂൻ എവിടെയാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ആദി ഉസാഫിർ മാ മുജീബ്, ആദി അദ്ഖുൽ ജൗവ, ആദി അംഷിദ് അൽഹീൻ, ആദി തജീനി ബുക്ര, ഇവിടെയൊക്കെ ചോദ്യമാണ്. ഇനിയും നമുക്ക് നോക്കാം. ആദി അജീക് ഫി അയ്യി വക്ത്, ആദി അജീക് ഫി അയ്യി വക്ത്, എനിക്ക് ഏത് സമയത്തും നിൻ്റെ അടുത്ത് വന്നുകൂടെ. അപ്പോൾ ഞാൻ ഏത് സമയത്തും നിൻ്റെ അടുത്ത് വരുന്നത് നോർമലല്ലേ, അതായത് സാധാരണ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാണ് ആ ചോദ്യം. ആദി അജീക് ഫി അയ്യി വക്ത്, ഞാൻ നിൻ്റെ അടുത്ത് ഏത് സമയത്തും വന്നോട്ടെ. ആദി അക്കല്ലമക്ക് ഫി അയ്യി വക്ത്, ഞാൻ നിന്നോട് ഏത് സമയത്തും സംസാരിച്ചോട്ടെ. ആദി അദുഗ് അലൈക്ക് ഫി അയ്യി വക്ത്, ഞാൻ നിനക്ക് ഏത് സമയത്തും വിളിച്ചോട്ടെ. ഈ ചോദ്യങ്ങളൊക്കെ ഉള്ളത് ആദി കൊണ്ടാണ്. അതായത് ഇതൊക്കെ സാധാരണ അല്ലേ, പ്രശ്നം പ്രയാസമൊന്നും ഇല്ലല്ലോ എന്നാണ് അതിൻ്റെ ഒരു വിവക്ഷാർത്ഥം. ആദി അജി മാക് ബുക്ര, ഞാൻ നാളെ നിൻ്റെ കൂടെ വന്നോട്ടെ. ആദി അജി മാക് ബുക്ര, ഞാൻ നാളെ നിൻ്റെ കൂടെ വന്നോട്ടെ. ആദി അർക്കബ് മാ, അവൻ്റെ കൂടെ ഞാൻ വാഹനത്തിൽ പോയിക്കോട്ടെ. അതൊക്കെ പോയിക്കോട്ടെ എന്ന് ചോദിച്ചാൽ പോകുന്നത് സാധാരണ അല്ലേ, അസാധാരണത്വമൊന്നും ഇല്ലല്ലോ എന്നർത്ഥം. അതുപോലെ ആദി അൻസിൽ ഇജാസ ഉസ്ബുഅൽ ജായ്, അടുത്ത ആഴ്ച ഞാൻ വെക്കേഷൻ പോയിക്കോട്ടെ. ആദി അഖ്റുജ് അല്യോം ബദിരി, ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ പോയിക്കോട്ടെ. അതൊക്കെ നോർമലല്ലേ. ഈ രീതിയിൽ പെർമിഷൻ വാങ്ങാനുമൊക്കെ ആദി എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ഇനി മറ്റൊരു ഉപയോഗം സംസാരത്തിൽ വരുന്ന ചില ഉദാഹരണങ്ങൾ. തബ്ഗ ഷായി ആദി വല്ല ഹലീബ്, നിനക്ക് നോർമൽ ടീ ആണോ അല്ല മിൽക്ക് ടീ ആണോ വേണ്ടത്. അപ്പോൾ അവിടെ ഷായി ആദി, സാദാ ടീ, സാദാ ചായ എന്നതിന് ഷായി ആദി എന്നാണ് ഉപയോഗിക്കുന്നത്. അബ്ഗ ബ്രോസ്റ്റ് ആദി, എനിക്ക് നോർമൽ ബ്രോസ്റ്റാണ് വേണ്ടത്, സാദാ ബ്രോസ്റ്റ്. അബ്ഗ ബ്രോസ്റ്റ് ആദി, എനിക്ക് സാദാ ബ്രോസ്റ്റ് വേണം. തബ്ഗ ബ്രോസ്റ്റ് ആദി വല്ല ഹറാഖ്, നിനക്ക് സാദാ ബ്രോസ്റ്റ് ആണോ വേണ്ടത്, വല്ല ഹറാഖ് സ്പൈസി ആണോ വേണ്ടത്. ഹാദൽ മത്താം ആദി മാ ഇൻദഹും ഇല്ലാ അക്കലാത്ത് ആദിയ, ഹാദൽ മത്താം ആദി മാ ഇൻദഹും ഇല്ലാ അക്കലാത്ത് ആദിയ, ഈ റെസ്റ്റോറൻ്റ് ഒരു സാധാരണ റെസ്റ്റോറൻ്റാണ്, അവരടുത്ത് സാധാരണ ഭക്ഷണ വിഭവങ്ങളല്ലാതെ സ്പെഷ്യൽ ഒന്നും ഇല്ല. ഹാദൽ മത്താം ആദി മാ ഇൻദഹും ഇല്ലാ അക്കലാത്ത് ആദിയ, ഈ റെസ്റ്റോറൻ്റ് ഒരു സാധാരണ റെസ്റ്റോറൻ്റാണ്, അവരടുത്ത് സാധാരണ ഭക്ഷണ വിഭവങ്ങളല്ലാതെ സ്പെഷ്യൽ വിഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ മത്താം ആദി അക്കലാത്ത് ആദിയ, ഈ രീതിയിൽ സാധാരണയാണ്, അസാധാരണത്വമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണ് എന്നതിനും നോർമലല്ലേ എന്ന് ചോദിക്കുന്നതിനുമൊക്കെയാണ് അറബികൾ ആദി എന്ന പദം ഉപയോഗിക്കുന്നത്.